ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി മക്കാന അരിയുണ്ടയാണ്. മക്കാന എന്ന് പറഞ്ഞാൽ താമരമുട്ട്. മക്കാന പൊടിച്ചതും അരി പൊടിച്ചതും തേങ്ങയും ശർക്കരയും കൂടി ചേർത്തുണ്ടാക്കുന്ന ഒരു വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ലഡുവാണിത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ആദ്യമായിട്ട് നമ്മൾ അരി വറുത്ത് പൊടിക്കുക. അരി നമുക്ക് പുഴുങ്ങലരി ഏതും എടുക്കാം. കുത്തരി എടുക്കാം, പൊന്നി റൈസ് എടുക്കാം, കുറുവ റൈസ് എടുക്കാം, ഏതരി വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിത് മട്ട റൈസാണ് എടുത്തിട്ടുള്ളത്. മട്ട റൈസ് 2-3 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം വലിയാൻ വേണ്ടി വെക്കുക. അത് കഴിഞ്ഞ ശേഷം അടി കട്ടിയുള്ള ഒരു പഴയ ചീനച്ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ ആ കഴുകി വെച്ചിരിക്കുന്ന അരിയും കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അരി വറക്കുമ്പോൾ അരി നല്ല പൊരിയായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നത് കാണാം. ഏകദേശം അരി അങ്ങനെ ഫ്ലഫി ആയിട്ട് വന്നു ഒരു ബ്രൗൺ കളറായിട്ട് അരി മാറി തുടങ്ങുമ്പോൾ നമുക്ക് അത് മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത ബാച്ച് ഇടാം. എന്നിട്ട് അത് തണിയുമ്പോൾ നമ്മൾ ഏലക്കായും കൂടെ കൂട്ടി പൊടിച്ചെടുത്തിട്ടാണ് ഞാൻ ഈ അരി ഉണ്ടക്ക് വേണ്ടുന്ന അരിപ്പൊടി ഉണ്ടാക്കുന്നത്. ആ അരിപ്പൊടി ഒരു സൈഡിൽ വെച്ചു. ഇനി നമുക്ക് മക്കാന എന്ന് പറഞ്ഞാൽ ലോട്ടസ് സീഡ്, താമരമുട്ട്. അതും ഒരു അടികട്ടിയുള്ള ചീനച്ചട്ടി വെച്ചിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുക. മക്കാന നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്രയാണോ ഈ ലഡുവിൻ്റെ ആവശ്യം അത്രയും നമുക്ക് മക്കാന എടുക്കാം. മക്കാന നമ്മൾ നന്നായിട്ട് അതും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതൊരു ക്രിസ്പി ആവുന്നിടം വരെ നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് തണിഞ്ഞതിന് ശേഷം മക്കാനിയും നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ച് നല്ല ഫൈൻ പൊടിയായിട്ട് വെക്കുക. പിന്നെ നമ്മൾ ഒരു ശർക്കരയാണ് ചിരണ്ടി എടുക്കേണ്ടത്. ഒരു ശർക്കര മീൻസ് വലിയ ഉണ്ട ശർക്കരയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പൊടി ശർക്കരയൊക്കെ ആണെങ്കിൽ അത് ചിരകി എടുത്ത് വെക്കുക. തേങ്ങ നമ്മൾ ഒരു തേങ്ങ ചിരകി എടുത്ത് വെക്കുക. തേങ്ങ ചിരകിയതും ശർക്കര നമ്മൾ പൊടിയായിട്ട് അല്ലെങ്കിൽ ചീകി വെച്ച ശർക്കരയും കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ അരിപ്പൊടിയും താമരമുട്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് താമരമുട്ടിൻ്റെ പൊടിച്ചതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. എത്രയാണോ നമുക്ക് ഈ അരിയുണ്ട ഉണ്ടാക്കാൻ ആവശ്യം അത്രയും നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഈ മക്കാന വറുത്ത ചീനച്ചട്ടിയിൽ തന്നെ മക്കാന ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് എള്ളും കുറച്ച് കസ്കസും കൂടെ വറുത്ത് മാറ്റിയെടുക്കാം. ഞാൻ അത് രണ്ടും ഇതിലിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലുമാണ് വേണ്ടതെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് പൊടിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ ശർക്കരയും തേങ്ങയും ഈ മക്കാനയുടെ താമരമുട്ടിൻ്റെ പൊടിയും അരിയുടെ പൊടിയും കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അത് ഏകദേശം ഉരുട്ടി പറ്റുന്ന പാകം വരെ നമ്മൾ അതാണ് കൺസിസ്റ്റൻസി. കയ്യിൽ ഉരുട്ടിയെടുക്കുക. ഇനി കുറച്ച് കൂടുതൽ ലിക്വിഡ് ഫോം പോലെ ആയിട്ടുണ്ടെങ്കിലും അരിപ്പൊടി എല്ലാം ഈ വെള്ളം നല്ലോണം അബ്സോർബ് ചെയ്ത് അത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ നല്ല അരിയുണ്ടേൻ്റെ പെർഫെക്റ്റ് ഒരു കൺസിസ്റ്റൻസി തന്നെ ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ അത് ഓരോ ഉണ്ടയായിട്ട് നമ്മൾ ഉരുട്ടി ഇതുപോലെ ഒരു പാത്രത്തിൽ വെക്കുക. ഇത് ഒരു 4-5 ദിവസം ഫ്രിഡ്ജിൽ വെക്കാതെ കേട് കൂടാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഭയങ്കര ട്രഡീഷണലായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. പക്ഷേ ഇതിൽ ഞാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ വെറും അരിപ്പൊടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ ഇതിൽ താമരമുട്ടിൻ്റെ പൊടിയും കൂടെ ചേർത്തിടുന്നുണ്ട്. ഇത് വളരെ ഹെൽത്തിയാണ്. വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. സ്കൂളിൽ ടിഫിൻ സ്നാക്സിലായിട്ടും കൊടുക്കാം. ഇനി എല്ലാ ഉച്ചവരെയുള്ള സ്കൂളിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്കും ഒരു മീല് പോലെ തന്നെ മക്കാനയും ഈ അരിയുണ്ടയും അതിൻ്റെ കൂടെ വല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കോൺ ഉണ്ടെങ്കിൽ അതോ ബനാനയോ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ട് കോമ്പിനേഷൻ ചെയ്ത് കൊടുക്കാം.
ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്, ഒരു സ്വീറ്റാണ്. ദീപാവലിയുടെ സമയത്തും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കും കൊടുക്കുക, നിങ്ങളും കഴിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.